ഫേസ്ബുക്ക് പോസ്റ്റ് ആളിക്കത്തിയ കുട്ടിക്കലവറ. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പോണവള് ഈ തള്ളക്ക് അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാ. ഞാൻ പറയണ അത് കേൾക്കാൻ രഹസ്യങ്ങളും പരസ്യങ്ങളും പരസ്പരം പറഞ്ഞ് പൊരിഞ്ഞ പോരാട്ടത്തോടെ കുട്ടിക്കലവറ കലക്കിമറിച്ച റീനയും പ്രേമിയും കുട്ടികളെ പോലും അമ്പരപ്പിച്ചു. നമസ്കാരം. കുട്ടിക്കലവറയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അജയേട്ടാ സ്വാഗതം. നമസ്കാരം. അജയേട്ടനോടൊരു ചോദ്യം. എന്നും അജയേട്ടൻ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. തുടക്കത്തിലെ തന്നെ എന്നോട് ചോദ്യം ചോദിച്ചോണ്ടാണോ തുടങ്ങുന്നത്? ആ ആയിക്കോട്ടെ, ചോദിച്ചോളൂ. എന്തേലൊക്കെ തുടങ്ങണ്ടേ? റീന ബഷീർ ഇവിടെ ഇരിപ്പുണ്ട്. ആ അങ്ങോട്ട് പോവാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നേ. ശരി, ചോദിച്ചു. ഞാൻ ഇവിടെ ഇത്രയോ ഒരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, ചേട്ടൻ എന്നെ നോക്കുന്നില്ല. റീന ചേച്ചി അവിടെ വന്ന് നിൽക്കുമ്പോ അവിടെ പറയാണ്, ഞാൻ കേട്ടു ഇതാ റീന വന്ന് ഇരിപ്പുണ്ടെന്ന്. റീന പ്രേമിയേക്കാൾ മൂത്തതാണ്, സീനിയറാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്കലവറയിൽ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ക്രിസ്മസ് കാലമൊക്കെ വരുന്നുണ്ട്. ഇന്ന് അജയേട്ടൻ വന്നപ്പോ മുതല് റീന ചേച്ചിയുടെ അടുത്ത് ഇത് പറയുന്നത് ഞാൻ കേട്ടു. അല്ലേ? ചിലപ്പോ ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോ കേക്ക് കൊണ്ടുവന്ന് തന്നാ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും അജയേട്ടന്റെ അഭ്യർത്ഥന കേട്ടല്ലോ, ഒരു കേക്ക് പ്ലീസ് ദയവേത് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഞാനല്ലേ അജയേട്ടാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്കും ശകലം വേണമെന്ന് പറഞ്ഞെന്റെ അടുത്ത് വരരുത്, ഞാൻ തരൂല. അജയേട്ട ഒരു കഷ്ണം കേക്ക് എനിക്ക് തന്നൂടെ? ഇത് അഭിനയാന്ന് എനിക്കറിയാം. ആരോ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ അറിയില്ല. അയ്യോ, അപ്പോ അത് കാരണം ഉണ്ടല്ലോ, എവിടെയെല്ലാം സ്പേസ് ഉണ്ട് അവിടെയൊക്കെ അങ്ങ് അഭിനയിക്കുക. അഭിനയിച്ച് പ്രേമി തകർക്കുവാണ്. താങ്ക് യു. അജയന്റെ ഇന്ന് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. മെന്റേഴ്സ്, കുട്ടിക്കലവറയിലെ കുട്ടി കൂട്ടുകാരെ വെൽക്കം. എല്ലാരും ഹാപ്പിയാണോ? അടിച്ചു പൊളിക്കാം. റെഡി? അജേട്ടാ, ഭയങ്കര എനർജിയാണ്, ഹൈ എനർജിയിലാണ് അവർ. ഹൈ എനർജിയാണ്. അപ്പൊ ഈ എനർജി ഒട്ടും പോകണ്ട. നമുക്ക് ആദ്യത്തെ ആൾ ആരാണെന്ന് വെച്ചാൽ അവരെ ഇന്ന് ആരാ ആദ്യം വിളിക്കണം? റീനെ വിളിക്കാം. നിന്റെ കണ്ണോട് കണ്ണിടയും വരിക. വെൽക്കം റീന ബഷീർ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഡിസംബർ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് മുഖത്ത് കാണാനുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർക്ക് നല്ല മധുരമുള്ള നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്ക്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും പ്രേമിക്കും ഇവിടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കേക്ക് തരുന്നതാണ്. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? സന്തോഷിപ്പിക്കാൻ വേണ്ടി കേക്ക് തരാന്നുള്ള വാഗ്ദാനം അല്ലാതെ ഉറപ്പായിട്ടും അതൊരു വലിയ സന്തോഷം അല്ല, അതൊരു വാഗ്ദാനമാണ്. അത് കിട്ടുമ്പോ ഞങ്ങൾ സന്തോഷിക്കും. ഇപ്പൊ ഇവിടെ പാട്ടാണോ ഡാൻസ് ആണോ? പ്രേമി കൂടെ ഉണ്ട്, പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് സഹായിക്കാനുള്ള അനുവാദം ഇല്ല. ഫസ്റ്റ് നമ്മളിവിടെ തുടങ്ങുന്നത് എന്താന്ന് വെച്ചാല് അജയേട്ടന്റെ ടാസ്ക് ആണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. റീനയുടെ കുട്ടിയാണ് പ്രേമി. റീന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുക. കേക്ക് ഉണ്ടാക്കാനോ അല്ല എന്തോ ആയിക്കോട്ടെ. ഏൽപ്പിച്ചേച്ച് പോയി തിരിച്ചു വന്നപ്പോൾ അതെല്ലാം കോളാക്കിയിട്ടിരിക്കുക. അപ്പോൾ രോഷാകുലയായിട്ടുള്ള ഈ അമ്മ, എന്റെ മോളാകണോ അല്ലെ ഈ പ്രായത്തിലുള്ള കൊച്ചാവണോ, അത് ഏത് രീതിയിലേക്ക് വേണമല്ലോ ആ കൊച്ചു പൊക്കോളും. അഭിനയത്തിന്റെ ഭയങ്കര സംഭവമുള്ള ഒരു കുട്ടിയായിരുന്നു. ഇത് അഞ്ജല, ചെറിയ കുട്ടി അഞ്ജന. അഞ്ജല ഒരു സ്കിറ്റ് പോലൊരു സംഭവം ഒന്ന് കാണട്ടെ. എന്റെ അഞ്ജു ഒന്നും പറയണ്ട. നീ എന്താ ഇങ്ങനെ ആടിപ്പാടി നിക്കണത്? കേക്ക് ചെയ്തല്ലേ മമ്മി? ഇത് നന്നായിട്ടില്ലേ? എന്റെ മോളെ, അതല്ല കസ്റ്റമർ വരും 7 മണിക്ക്, കേക്ക് കൊടുക്കണ്ടേ? ഇത് കൊള്ളാവോ മമ്മി? എന്റെ അഞ്ജല, നീ എന്താ ഈ പറയണ? കേക്ക് ചെയ്താ ഇത് കൊള്ളാം. ഇത് ഞാൻ തയ്ച്ചതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേറെ, ഇത് ഞാൻ ഇതിൽ സ്ലൈസ് ഒക്കെ വെച്ചു. മോളെയോട് ലേസ് വെക്കാൻ ആരാ പറഞ്ഞത്? കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. തള്ളക്ക് ഏത് നേരം കേക്ക് കേക്ക് ഞാൻ പറയണ ആദ്യം കേക്ക് അങ്ങോട്ട് കട തുറന്ന് വെച്ചിട്ട് നാട്ടുകാരോട് എന്ത് പറയും ഞാൻ? എന്തുവാ മമ്മി ഞാൻ പറയുന്ന കേക്ക്? ഞാൻ എന്ത് ചെയ്യും? ഇനി സമയമില്ല, കസ്റ്റമർ ഇപ്പൊ വരും. ഒരു കേക്ക് വേറെ കടയിൽ നിന്ന് നല്ലത് പറഞ്ഞ് മേടിച്ചു കൊടുക്കും മമ്മി. റെപ്യൂട്ടേഷൻ കളഞ്ഞുള്ള കളി കളിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും അതല്ലേ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് വേറെ കടയിൽ നിന്നല്ലേ വാങ്ങിക്കൊടുക്കുന്നത്. എന്റെ പൊന്നേ, ഇത്തരം കാര്യങ്ങൾ മതിലിന് പോലും ചെവിയുള്ള കാലമാണ്.
ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിന്നെ ഞാൻ എന്ത് പറയും, വളർന്ന് ഇങ്ങനെ തെങ്ങ് പോലെ നിക്കാണ്. ഇല്ലെങ്കിൽ രണ്ടെണ്ണെങ്കിലും വെച്ച് തന്നേനാ. ഈ പൂവുള്ളാവോ? ഓ പൂവ്, അവള് പൂവ്. സെൽഫി ഒക്കെ എടുത്തായിരുന്നു മമ്മി. ഞാനൊരു കാര്യം പറയാം, ആ പൊടി ഇങ്ങനെ എടുക്ക, ഞാൻ മിക്സ് ചെയ്ത് കയറ്റി വെക്കാം. നീ ആ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് വരട്ടെ, എന്നിട്ടിടാം. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പോണവള്. ഈ തള്ളക്ക് അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാ. തള്ളാന്ന് വിളിച്ചിരുന്നോടി. അവിടുന്ന് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരും. കേക്ക് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു, ഒന്ന് കേക്ക് തള്ളേ ആദ്യം പറഞ്ഞത് ഒലക്ക്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇത് കൊള്ളാവോ? ഇത് കൊള്ളാവാ. എന്റെ എനിക്ക് ലൈക്ക് കിട്ടൂല മമ്മി. നല്ല ഒന്ന് പറ മമ്മി, എന്നിട്ട് വേണം. ഇത് നല്ല ഭംഗിയുണ്ട്. മമ്മയുടെ പ്രിൻസസ് അല്ലേ ഇത്? മമ്മയുടെ ലില്ലിപ്പുള്ളി ബേബി അല്ലേ ഇത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്ന് സ്ഥിരം മേടിക്കുന്ന കടയിൽ പോയി കേക്ക് മേടിച്ചു. വേണ്ട, വാ നമുക്ക് മമ്മയുടെ കൂടെ ഒന്ന് സഹായിക്കുക. എന്ത് ചെയ്യും? നമ്മ രണ്ടും വിചാരിച്ച് നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അയ്യോ അതല്ല, നമ്മള് എപ്പോഴും മേടിക്കുന്ന കടയിലെ അമ്മാതിരി കാര്യമൊക്കെ ഇവിടെ പറയില്ലടി. ഒന്നാന്തരം പാര പൊതിഞ്ഞ് ഇത്ര എൻജോയ് ചെയ്തില്ല. ഇതിനിടയിൽ ബഷീർക്കെ കഥാപാത്രമായിട്ട് കൊണ്ടുവന്നല്ലോ. ബഷീർക്കെ ഞങ്ങൾ ആരും പ്രതീക്ഷയില്ല വരുമെന്ന്. സാധാരണ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോ ബഷീർക്ക എന്ത് ചെയ്യുന്ന പറയും, ബഷീർഖാന്റെ അടുത്ത് ആദ്യം ഓടുക. പക്ഷെ അറിയാതെ പോലും പ്രേമിയോട് പറഞ്ഞു, എടി കേക്ക് കൊടുക്കാതെ വരുമ്പോ ഞാൻ പുറത്തുനിന്ന് പോയി മേടിച്ചു കൊടുക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനകത്തും പ്രേമി ഒരു സംഭവം തന്നെയാണ്. ഒരു ചെറിയ സ്കിറ്റിനകത്താണെങ്കിലും നല്ല പണി. എന്തായാലും ഗംഭീരമായി. അപ്പൊ നമുക്ക് റീനയുടെ കുട്ടികളെ വിളിക്കാം. എവിടെ റീന ചേച്ചിയുടെ കുട്ടികൾ? വെൽക്കം. ഉഷാറില്ലാത്ത താങ്ക് യു. അൽസാബത്ത് ഇച്ചിരി തടിയൊക്കെ വെച്ചു, അതിന്റെ ഒരു അലസതയാണോ? ഇച്ചിരി വെയിറ്റ് കൂടിയല്ലേ? എത്ര കിലോ കൂടി? വെയിറ്റ് ഇവിടെയാണോ കൂടിയത്? വയറൊക്കെ ചാടിയോ? ഇത്രയുണ്ടോ? എനിക്ക് വീഡിയോ ഉണ്ട്. എന്റെ ഫുട്ബോളാ അല്ലേ? ഫുട്ബോൾ അത്രയായിട്ടില്ല. ഞാൻ വണ്ണം വെക്കട്ടെ, കണ്ണ് കണ്ടെന്നല്ലേ വണ്ണം വെക്കത്തേന് എന്തോ എന്നെ കുറ്റം പറയുന്നേ. അൽസാബത്ത് കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് മെലിഞ്ഞിരിക്കണോ തടി വേണോ? ആഹാ, അടുത്ത പണി. ജിയോടെ പോലെ മെലിഞ്ഞിരിക്കണല്ലേ? പിന്നെ അൽസാബിത്തെ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ അഭിനയം? കൊള്ളാമായിരുന്നു. സൂപ്പർ ചവിട്ടുനാടകോ? ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുട്ടുകാർ നോക്കി പോയിട്ട് കിഴി കൊടുക്കാനാണെന്ന്. ഇതിലാരാ സ്കോർ ചെയ്താരാ? രണ്ടുപേരും സ്കോർ ചെയ്തു. രണ്ടുപേരും സ്കോർ ചെയ്തു. ആൻഡോ പറയും കറക്റ്റ് ആയിട്ട് ആരായിരുന്നു നന്നായിട്ട് ചെയ്തേ? രണ്ടുപേരും. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ആന്റിബയോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആന്റിബയോട്ടിക്കിന്റെ ഓപ്പോസിറ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല ചോദ്യം. കൃഷ്ണമൂർത്തിയോട് നമുക്ക് ചോദിക്കാം. കൃഷ്ണമൂർത്തി പറയുമെന്ന് നോക്കാം. കൃഷ്ണമൂർത്തി ആന്റിമാരിന്റെ ഓപ്പോസിറ്റ്. ആന്റിമാരുടെ ഓപ്പോസിറ്റ് അല്ല, ആന്റിമാരുടെ ഓപ്പോസിറ്റ് അങ്കിള്. അതല്ല, ആന്റിബയോട്ടിക്കിന്റെ ഓപ്പോസിറ്റ്. ആന്റിമാരിന്റെ ഒട്ടപ്പിസ്റ്റ് അല്ല. എനിക്കറിയില്ല. ഇപ്പഴെനിക്ക് കിട്ടി സംഭവം. എനിക്ക് കിട്ടി. ആന്റിബയോട്ടിക് ഓപ്പോസിറ്റ് അങ്കിൾ ബയോട്ടിക്. ഞാൻ ഓർത്ത് പറഞ്ഞല്ല, എനിക്ക് കൃഷ്ണമൂർത്തി ഇട്ട് തന്നതാണ്. അറിയാവോ? ആന്റിമാരുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പോഴേ എന്നെ കൊണ്ട് കൊണ്ട് എന്തെങ്കിലും തോറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ എനിക്കൊരു അൽസാബിന്റെ എനിക്കൊരു കാര്യം പറയുന്നു. അൽസാബിത്തെ എന്തിനാണ് എന്തിനിപ്പൊ പറഞ്ഞതാ ചോദ്യം? ഇത് ഏത് ലോകത്തെ ഭാഷ ഒന്നും എന്തിനിപ്പൊ പറഞ്ഞെന്നാ? എന്തിന്? അത് അവന് ചുമ്മാ ചോദിക്കാൻ തോന്നി. ഏതെങ്കിലും ഒരാളെ ചോദിക്കുക അൽസാബിത്തെ. എന്നെ ഒന്ന് ചോദിക്കൽ അൽസാബിത്ത്. എല്ലാരും കൂടി ചോദിച്ചാകിയ കൃഷ്ണമൂർത്തി ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. എന്താ നമ്മുടെ കൃഷ്ണമൂർത്തിയോട് ചോദ്യം ചോദിക്കട്ടെ? പറ്റുന്ന നോക്കാം. ചോദിക്കേ. അതെ, പേര് വെച്ചൊരു സാധനം ചോദിക്കാം. പറയാൻ പറ്റുമോ? കൃഷ്ണമൂർത്തിയുടെ ചേട്ടൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ അവരുടെ അപ്പൂപ്പൻ ദക്ഷിണമൂർത്തി. കൺഫ്യൂഷനിലാക്കലേട്ടാ. ഓക്കെ, എന്നാ രാമമൂർത്തി എന്ന് മാത്രം പറ. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ രാമമൂർത്തി. താങ്ക് യു. ഞാൻ എനിക്കത് തന്നെയായിരുന്നു വേണ്ടത്.
ഇനി അരുന്ധതി പറയും. കൃഷ്ണമൂർത്തിയുടെ മൂത്തവത്തന്റെ അമൂർത്തി 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 കൃഷ്ണമൂർത്തിയുടെ മൂത്തവത്തന്റെ അമൂർത്തി. പക്ഷെ വേറെ കാര്യം കേട്ടോ, നന്നായിട്ടാ മോള് പറഞ്ഞു. ആൻഡോച്ചൻ എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടോ? ചോദിച്ചു. 11-ാം തീയതി ഇല്ലേ പത്രത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ 2 വിദ്യാർത്ഥിനികൾക്ക് ദേശീയ ശാസ്ത്ര പുരസ്കാരം കിട്ടി. അവര് കണ്ടുപിടിച്ചത് നമ്മുടെ തെങ്ങില്ലേ, തെങ്ങിന്റെ മടലിന്റെ അരികി ഒരു ചെരണ്ടി നോക്കിയ ഒരു സാധനം പൊടി പോലെ ഇങ്ങനെ വരും. അത് മുറിവിന് വെച്ചാൽ നല്ല പരിഹാരമായിരിക്കും. അപ്പൊ എന്തായാലും ആന്റോ കർഷകനായതുകൊണ്ട് ഇതൊക്കെ നോട്ടീസ് ചെയ്ത് ഇപ്പോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നമുക്കൊക്കെ ഇൻഫർമേഷൻ പകർന്നു തന്നിരിക്കുകയാണ്. ഇനി ഞങ്ങളും അത് ഉപയോഗിക്കും. എന്നും കുട്ടിക്കളവറയിൽ വരുമ്പോ നമുക്ക് ഓരോരോ പുതിയ ഇൻഫർമേഷൻസ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അതിന് നല്ലൊരു കൈയടി ആന്റോക്ക് കൊടുത്തേ പറ്റും അല്ലേ ആന്റോ? ഈ മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ടല്ലോ. ഈ അടിപൊളി എന്നുള്ള വാക്ക് എന്താണ്? അതെന്താണ് ഈ അടിപൊളി? അടിപൊളിയോ? കോമഡി പറഞ്ഞാൽ അടിച്ചിട്ട് ഒറ്റ പൊളി അത്രേ ഉള്ളൂ. പക്ഷെ സീരിയസ് ആയിട്ട് പറഞ്ഞാ അടിപൊളി. എടാ ഇത് സൂപ്പറാ, നന്നായിട്ടുണ്ട്, അടിപൊളി. പിന്നെ വേറൊന്നുണ്ട്, അടിച്ചു പൊളിക്കുക. ചില ആണുങ്ങൾ രഹസ്യമാണ് ആരും പറയല്ലേ. ചില ആണുങ്ങളാണെങ്കിലേ പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കും. അതുമല്ലാതെ ഭാര്യമാരെ വിട്ടിട്ട് ചില ആണുങ്ങൾ പോയി വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി കിന്നായിരിക്കും, അറിയാവാ? പിന്നെ ചില സായിപ്പുമാരുടെ ഒക്കെ പോയി കിന്നാരിക്കുന്നുണ്ട് ചിലവരുടെ ഭർത്താക്കന്മാര്. അത് ആരാന്ന് എനിക്ക് അറിയത്തില്ല. ലോകത്ത് കുറെ ഉണ്ടല്ലോ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകൾ. അതാണ് അടിപൊളി. അതും ഒരു അടിപൊളിയാ. അതും അടിപൊളി തന്നെ. പ്രേമി ഇപ്പൊ മനസ്സിലായോ എത്രമാത്രം അടിപൊളികളുണ്ടെന്ന്? പ്രേമിക്ക് ഇതെല്ലാം അറിയായിരുന്നോ? എനിക്കറിയില്ല, മനസ്സിലായത്. അപ്പോ റേണു ചേച്ചി താങ്ക് യു സോ മച്ച്. അൽസു താങ്ക് യു. ഇന്നുണ്ടാക്കാൻ പോണ ഡിഷിന്റെ പേര് ജീരാലു. എനിക്ക് തോന്നുന്നത് ജീരകം വിട്ട് കിഴങ്ങ് ഇട്ട് പുഴുങ്ങി തിന്നണം. അതിൽ ജീരകം വേണം, പൊട്ടറ്റോ വേണം, ഗീ വേണം, ഗ്രീൻ ചില്ലി വേണം, പിന്നെ ഉപ്പും വേണം. Feel the sunshine drink in the sky, a cool night and refreshing vibe, soft and slow, let the water go. Sunshine's worlds collide, feel your body move side to side, drink it in then let it fly, cool and slow, let the water go. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ജീരാലു ആണ്. പിന്നെ പേര് കേട്ടാലും പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പൊട്ടറ്റോ വെച്ചുള്ള ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ജീരാലു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേര് ജീല ആലുവാണ്. അതിന് തക്കാളി, പൊട്ടറ്റോ വേണം, ഉപ്പ് വേണം, ജീരകം വേണം. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ജീല ആലു. ഇതിന് മല്ലിയില വേണം, നാരങ്ങ വേണം, ജീരകം വേണം, പച്ചമുളക് വേണം, തക്കാളി. ഇതിൻ്റെ പേരുണ്ടായിരുന്നു ലെമൺ, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ബോയിൽഡ് വാട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ടാണ് നമ്മുടെ ജീരാളം ഉണ്ടാക്കാൻ പോണേ. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് ജീരകം വേണം, നാരങ്ങ വേണം, ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് ജീരകം വേണം, നാരങ്ങ വേണം, മല്ലിയില വേണം, പച്ചമുളക് വേണം,
ഉണ്ടാക്കാൻ പോണ ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് മല്ലിയില വേണം, നാരങ്ങ വേണം, ജീരകം വേണം, പച്ചമുളക് വേണം, ഉരുളക്കിഴങ്ങ് വേണം, ഗോൾഡ് വാട്ടർ വേണം, ഉപ്പ് വേണം, നെയ്യ് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീല ആലു ഉണ്ടാക്കാൻ പോണേ. ഉണ്ടാക്കി കഴിയുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാം. പുറത്തിട്ട് അതിൻ്റെ കൂടെ അല്ലല്ലോടാ ഈ കിഴങ്ങ്. ഒരു കളറും ഇല്ലല്ലേ ഡിഷിന്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇത്. നോർത്ത് ഇന്ത്യൻ ഡിഷ്. പക്ഷെ കണ്ടാ അവിടെയൊക്കെ ചിലതിനൊക്കെ കളറില്ലാത്തതായിരിക്കും. അതായിരിക്കും ഇത്. എടാ എപ്പോഴും ഒന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. ഞാൻ ജ്യൂസ് മേടിക്കാൻ ഇത് ജ്യൂസാ? പുതിയ ജ്യൂസ്, ഉപ്പ് ജ്യൂസ്, കൃഷ്ണമൂർത്തിയുടെ ജ്യൂസ്. ദേവനന്ദ എത്ര നേരം ഇത് പ്ലേറ്റിലൊന്നും വെക്കാതെ ഇതൊന്നും എത്ര നേരം ചെയ്യുന്നു. ഇതാവണ്ടേ? എന്നാ നീ ഇപ്പൊ എന്താ നീ എവിടെ ഒന്ന് ചെയ്യുക, ഞാൻ ഇങ്ങനെ പറയില്ല. എത്ര സമയമായാലും ഇതിങ്ങനെ ഇരിക്കും. കുറച്ച് ഉപ്പിട്ടോട്ടെ. കുറച്ച് വേണ്ട വേണ്ട, ഇപ്പൊ ഉപ്പുണ്ട്. നീ വേണേ ഉപ്പ് കഴിച്ചോ. എനിക്കൊന്നും ഇഷ്ടമല്ല. അയ്യോ ഇഷ്ടമില്ല ഇഷ്ടമില്ല, നീ കുറെ കഴിക്കാണല്ലോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ആദ്യമേ കിഴങ്ങെടുത്ത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കിഴങ്ങ് ഇട്ടിട്ട് പച്ചമുളക് ഇട്ടു, പിന്നെ മല്ലിയില ഇട്ടു. എന്നിട്ട് ഇപ്പം ഇളക്കിക്കൊണ്ട് ഇരിക്കുവാണ്. ആദ്യം ജീരകം ഇട്ടൊന്ന് വഴറ്റണം, പിന്നെ പച്ചമുളക് ഇടണം, പിന്നെ നമ്മൾ അപ്പത്തേക്കും തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഫ്രൈ ചെയ്തതാണ് ദേ ഈ കാണുന്നത്. കണ്ടല്ല? ഞാൻ ഇനി ഇതിലേക്ക് നാരങ്ങ ഒഴിക്കാൻ പോവാ. ദേവനത്തെ കരിയാതെ ഒന്ന് പിഴിയട്ടെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല നാരങ്ങ പിഴിയാൻ. നാരങ്ങ പിഴിഞ്ഞാലും നാരങ്ങ പിഴിഞ്ഞില്ലെങ്കിലും പറ്റൂല. നാരങ്ങ പിഴിഞ്ഞിരിക്കണം. ഇതെന്നെ പറയുന്നത്. ഞാൻ പിഴിഞ്ഞോളാം. ഇത് രണ്ടെണ്ണം. ഇത് കണ്ടാ, ഇതാണ് ഞങ്ങളുടെ ജീരാലു. ഇത് നമ്മുടെ വലിയ ഏരിയൊന്നും വലിയ സാധനത്തിന് നമ്മുടെ കുട്ടികൾക്ക്, അതായത് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണത്.
ജീരാളി നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കണം. എന്തൊരു മണം, സൂപ്പർ. എനിക്കിത് മണം കേട്ടിട്ടൊന്ന് തിന്നാന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിശക്കണം, എനിക്ക് വിശന്ന് വയറിലാണെന്ന് കേട്ടെ. പിന്നെ നോക്ക്, എന്നിട്ട് വേണം എനിക്ക് തിന്നാൻ. സൂപ്പർ ആയിട്ട് ഞങ്ങളുടെ ജീരാലു റെഡി. പക്ഷെ ഇച്ചിരി ജീരകം കൂടിപ്പോയി. എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ശരിയായോ? ഇന്നത്തെ ജീരാലുടെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്, വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങൾ, അല്ലേ? എനിക്കത്ര സന്തോഷം പോരല്ലോ. -30 elimination = 27. 20 കുസൃതി കുടുക്കകളും 10 താര അമ്മമാരും ഒന്നിച്ച് നടത്തിയ ഈ ദൃശ്യയാത്രയിൽ നിന്ന് 3 പേർ വഴിപിരിയുന്നു. ഏതൊരു ഷോയിലും നമ്മൾ ആരും സ്ഥിരമല്ല. കരിമഷി കണ്ണുകളും നിറഞ്ഞു തുളുമ്പി, ഒരുമിച്ച് കളിച്ചും ചിരിച്ചും മുന്നിച്ചുറങ്ങിയും ഒരുമിച്ചുണ്ടും കലവറ നിറയെ കലപില നിറച്ച 3 പേർ വിട പറയുമ്പോൾ കുട്ടിക്കലവറയിലെ കരിമഷി കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് കരയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ഷോക്ക് ഉണ്ടാക്കും. മാറ്റം അനിവാര്യമാണ് എലിമിനേഷനും. ഇത്രയും നല്ലൊരു ഫ്ലോർ അവർക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. അനിവാര്യമായ മാറ്റത്തിന് കുട്ടിക്കലവറയും നിർബന്ധിതമായപ്പോൾ എലിമിനേഷൻ കടന്നുവന്നു. വിധിയെ തടുക്കാൻ ആർക്കും ആകില്ല എന്ന് പറയുന്നത് പോലെ പുഞ്ചിരി നിറച്ച് ചാഞ്ചാടി നടന്ന പഞ്ചാരമുത്തുകളെ വേർപിരിയേണ്ടി വന്നതിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കുട്ടിക്കലവറ. വലിയ സങ്കടം വലിയ സന്തോഷത്തിന് വഴിമാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ.